കോവിഡ് കാലത്ത് അനുഭവിച്ച പ്രതിസന്ധികൾ പങ്കുവയ്ക്കുകയാണ് കൊല്ലം മങ്ങാട് സ്വദേശി അബു എന്ന ആംബുലൻസ് ഡ്രൈവർ. രോഗികളുമായി പോകുന്ന വീടുകളിലെ സാമ്പത്തിക അവസ്ഥ കാരണം കൂലി പോലും വാങ്ങാതെ തിരികെ പോകേണ്ടി വന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ടെന്നാണ് അബു പറയുന്നത്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. 15 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള അബു. ജോലി എന്നതിലുപരി ഇതിലൊരു സേവനമാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇഷ്ടങ്ങൾ വേണം. ചോദിച്ച് ശമ്പളം മേടിക്കുക, ചെയ്യുന്ന ജോലിയുടെ ശമ്പളം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചിലപ്പം അവരുടെ അവസ്ഥയെ കണ്ടിട്ട് നമ്മൾ ചിലപ്പം പൈസയൊക്കെ ഒഴിവാക്കി വന്നിട്ടുണ്ട്. പിന്നെ ചിലർ മനഃപൂർവ്വം തരാത്തവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. എന്തായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? കോവിഡ് കാലത്തുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിലായിരുന്നു വളരെയധികം ബുദ്ധിമുട്ട്. കാര്യം അത് ഈ കോവിഡ് എന്താണ് എന്ന ആൾക്ക് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ PPE കിറ്റൊക്കെ ധരിച്ച് പോകുന്നൊരവസ്ഥയാണ്. നമുക്ക് വെള്ളവും ആഹാരവും ഒന്നും കിട്ടാത്തൊരവസ്ഥ. ചില കടകളിൽ വെള്ളം ചോദിക്കുമ്പോൾ ആദ്യം തരാതിരുന്നിട്ട് പൈസ കൊടുക്കുമ്പോൾ വെള്ളം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ അല്ലേ കൊണ്ടുപോകുന്ന പറയെടുത്ത് എറിഞ്ഞിരുന്നൊരവസ്ഥ. പൈസ പോലും വേണ്ട പൊക്കുക എന്നൊക്കെ പറയുന്നൊരവസ്ഥ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ PPE കിറ്റ് ധരിച്ച ഒരാളെ ഇപ്പോൾ ഒരു ടെസ്റ്റിങ്ങിനോ എല്ലാം നമ്മളിപ്പം ജില്ലാ ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിലെ കൊണ്ടുവന്ന വലിയൊരു ക്യൂ തന്നെയാണ്. അപ്പോൾ ഈ ഒരാളെ കൊണ്ടുവന്ന് ആളെ ടെസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടാക്കുന്നവരെ ഈ ഒരു PPE കിറ്റ് ധരിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഈർത്ത് കുളിക്കുമല്ലേ. വളരെ നമ്മളെ ഇപ്പോഴത്തെ കാലാവസ്ഥയെ വെച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിരുന്നു. എനിക്ക് ഒന്നത് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പം അവർക്കും പൊടി കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വരുമെന്നുള്ള പേടി വളരെയധികം ഉണ്ടായിരുന്നു. മാക്സിമം വീടിന് പുറത്ത് വെച്ച് തന്നെ ഡ്രസ്സ് മാറി കുളിച്ചിട്ടൊക്കെ പരമാവധി വീട്ടിലേക്ക് പോകുന്ന സമയങ്ങൾ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും. ഡ്യൂട്ടി സമയം കൂടുതലും അവിടെ തന്നെ റൂമിൽ തന്നെ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പം അബു പറഞ്ഞതുപോലെ ഓരോ ആംബുലൻസ് ഡ്രൈവർമാരുടെയും ജോലിയേക്കാൾ ഉപരി ഇതൊരു സേവനമായി കാണുന്നവരാണ്. പരമാവധി അവരുടെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഒരു സൈഡ് ഒഴിച്ച് നമ്മുടെ വാഹനങ്ങൾ മാറ്റാനുള്ള ഒരു സന്മനസ് കാണിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.